നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. MVDയും റോബിൻ ബസും വീണ്ടും നേർക്കുനേർ എത്തിയിരിക്കുകയാണ്. പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് വിട്ടയച്ച റോബിൻ ബസ് വീണ്ടും സർവീസ് ആരംഭിച്ചു. പത്തനംതിട്ട കോയമ്പത്തൂർ റൂട്ടിലാണ് ബസ് സർവീസ് നടത്തുന്നത്. പുലർച്ചെ 5-ന് പത്തനംതിട്ടയിൽ നിന്നും പുറപ്പെട്ട ബസ് 2 കിലോമീറ്റർ പിന്നിട്ട് മൈലപ്പുറയിൽ എത്തിയപ്പോൾ വീണ്ടും മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കായി തടഞ്ഞു. പരിശോധന പൂർത്തിയാക്കിയ ശേഷം യാത്ര തുടരാൻ അനുവദിച്ചു. ഒരു മാസത്തിന് ശേഷമാണ് റോബിൻ ബസ് നിരത്തിലിറങ്ങുന്നത്. നിയമലംഘനം ഉണ്ടായാൽ ബസ് വീണ്ടും പിടിച്ചെടുക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുമുണ്ട്. കോൺട്രാക്ട് കാരേജ് പെർമിറ്റുള്ള ബസ് സ്റ്റേജ് കാരേജായി ഓടുന്നത് നിയമവിരുദ്ധമാണെന്നാണ് MVDയുടെ നിലപാട്. ഇതിനെതിരെ ബസ് ഉടമ ബേബി ഗിരീഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിൽ അടുത്ത മാസം അന്തിമ വിധിയുണ്ടാകും. പെർമിറ്റ് ലംഘനത്തെ തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത ബസ് കഴിഞ്ഞ ദിവസമാണ് വിട്ടു നൽകിയത്. നിയമലംഘനത്തിന് ചുമത്തിയ പിഴയായി 82,000 രൂപ അടച്ചതിന് പിന്നാലെയായിരുന്നു നടപടി. പിഴ അടച്ചാൽ ബസ് വിട്ടു നൽകാമെന്ന ഹൈക്കോടതി ഉത്തരവും പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചാൽ വെയിലും മഴയുമേറ്റ ബസ്സിന് കേടുപാടുണ്ടാകുമെന്ന വാദവും പരിഗണിച്ചായിരുന്നു ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടത്. ബസ് തിരിച്ചു കിട്ടിയതിനു ശേഷം അടുത്ത ആഴ്ച മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് ഗിരീഷ് വ്യക്തമാക്കിയിരുന്നു. പെർമിറ്റ് ലംഘനം ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് പിടിച്ചെടുത്തത് കഴിഞ്ഞ മാസമായിരുന്നു. വണ്ടി ഭ്രാന്തന്മാരുടെ എല്ലാം മനസ്സിലാക്കിയ റോബിൻ ബസ് സംഭവങ്ങൾ അരങ്ങേറിയത് വളരെ വിവാദവുമായിരുന്നു. പെർമിറ്റ് ലംഘനം നടത്തിയെന്ന കുറ്റം ചുമത്തി കേരളം, തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഒരുപോലെ പിടിച്ചെടുക്കുകയും പിഴയടപ്പിക്കുകയും ചെയ്തതാണ് റോബിൻ ബസിനെ. ബസ് സംരക്ഷണം, ബസ് ഉടമയ്ക്ക് കിട്ടേണ്ട നീതി എന്നൊക്കെ പറഞ്ഞ റോബിൻ ബസ് ഫാൻസ് അസോസിയേഷനുകളും ബസ് ഉടമ ഗിരീഷ് ഫാൻസ് അസോസിയേഷനുകളും കേരളത്തിൽ മുളച്ചു പൊന്തി. നമ്മുടെ നാട്ടിൽ 2 തരത്തിൽ വാഹനങ്ങൾ ഓടുന്നുണ്ട്. ഒന്ന് കോൺട്രാക്ട് കാരേജ് ബസ്സുകളും മറ്റൊന്ന് സ്റ്റേജ് കാരേജ് ബസ്സുകളുമാണ്. മുൻകൂർ വാടകയ്ക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ എടുക്കുന്ന വാഹനങ്ങളാണ് കോൺട്രാക്ട് കാരേജുകൾ. ഇവ ബോർഡ് വെച്ച് ട്രിപ്പ് നടത്താൻ പാടില്ല. യാത്രക്കിടയിൽ സ്റ്റാൻഡിൽ കയറുകയോ ഓരോ സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റിയിറക്കുകയോ ടിക്കറ്റ് കൊടുത്ത് പണം വാങ്ങുകയോ ചെയ്യാനും അനുവാദമില്ല. എന്നാൽ സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ, അതായത് പകലോ രാത്രിയോ എന്നില്ലാതെ ബോർഡ് വെച്ച സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റി പോകുന്ന ബസ്സുകൾക്ക് ഇതൊക്കെയാകാം. അതേസമയം വിദ്യാർത്ഥികൾക്കും അംഗപരിമിതർക്കും മറ്റുമുള്ള യാത്രാ സൗജന്യങ്ങൾ നൽകുവാനും ഇവർ ബാധ്യസ്ഥരുമാണ്. ഒരു സ്റ്റേജ് കാരേജിന് താൽക്കാലികമായി സ്പെഷ്യൽ കോൺട്രാക്ട് കാരേജ് പെർമിറ്റ് ലഭിച്ചാൽ മോട്ടോർ വാഹന നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കോൺട്രാക്ട് കാരേജുകൾക്ക് താൽക്കാലികമായി പോലും സ്റ്റേജ് കാരേജ് പെർമിറ്റ് നൽകാൻ അനുവാദമില്ല. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ടാണ് ഇതുവരെ ടൂറിസ്റ്റ് ബസ്സുകൾ ഓടിയിരുന്നത്. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും വെവ്വേറെ നികുതി അടയ്ക്കണമായിരുന്നു. ആ അസൗകര്യം ഒഴിവാക്കാനായിട്ടാണ് 2023 ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് ചട്ടം കൊണ്ടുവരുന്നത്. അതുപ്രകാരം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും നികുതി അടച്ച് കോൺട്രാക്ട് കാരേജ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബസ് ഉടമയ്ക്ക് 3 ലക്ഷം രൂപ വരെ പെർമിറ്റ് ഫീസ് അടച്ചാൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലൂടെയും ബസ് ഓടിക്കാം. ഈ പുതിയ നിയമത്തിലെ ചില വ്യവസ്ഥകൾ പ്രകാരം നിലവിലെ കോൺട്രാക്ട് കാരേജായ തന്റെ ബസ്സിനെ ബോർഡ് വെച്ച സ്റ്റോപ്പിൽ നിർത്തി ആളെ കയറ്റി സ്റ്റേജ് കാരേജ് പോലെ ഓടിക്കാം എന്നാണ് റോബിൻ ബസ് ഉടമ ഗിരീഷ് അവകാശപ്പെടുന്നത്. എന്നാൽ അങ്ങനെയൊന്നും തന്നെ പുതിയ നിയമത്തിൽ പറയുന്നില്ല എന്ന് തുടർച്ചയായി പറഞ്ഞിട്ടും പിഴ ഈടാക്കിയിട്ടും മോട്ടോർ വാഹന വകുപ്പും വ്യക്തമാക്കി. തർക്കം എന്തായാലും ഹൈക്കോടതിയുടെ പരിഗണനയിലായിരുന്നു. അവിടെ നിന്നുള്ള നിയമ പോരാട്ടത്തിന് ശേഷമാണ് ബസ് വിട്ടു നൽകാൻ പത്തനംതിട്ട ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിനുശേഷം ഓടിത്തുടങ്ങിയ റോബിൻ ബസിനെ വീണ്ടും MVD തടഞ്ഞിരിക്കുകയാണ്.